ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ನ 5 ಲಕ್ಷ ರೂಪಾಯಿ ಅನುದಾನದಿಂದ ಕಾಂಕ್ರೀಟಿನಿಂದಾದ 88 ಮೀಟರ್ ಮಂಜೇಶ್ವರ ರೈಲ್ವೆ ನಿಲ್ದಾಣ ರಸ್ತೆಯು ಇಂಜಿನಿಯರ್ ತಪ್ಪಿನಿಂದಾಗಿ ಊಟಕ್ಕಿಲ್ಲದ ಉಪ್ಪಿನಕಾಯಿಯಾಗಿದೆ. ಹಾಗಾಗಿ ಸ್ಥಳೀಯ ವ್ಯಾಪಾರಿಗಳು ಹಾಗೂ ಪ್ರಯಾಣಿಕರು ಸಂಕಷ್ಟ ಅನುಭವಿಸುತ್ತಿದ್ದಾರೆ. ರಸ್ತೆ ನಿರ್ಮಿಸುವಾಗ ಮಳೆ ನೀರು ಹರಿದು ಹೋಗಲು ಚರಂಡಿ ಕಲ್ಪಿಸಿಲ್ಲ. ಕಡಿಮೆ ಅಗಲದ ಜೊತೆಗೆ ರಸ್ತೆಯನ್ನು ಎತ್ತರ ಮಾಡಿರುವುದು ಸ್ಥಳೀಯರ ಆಕ್ರೋಶಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಚರಂಡಿ ಇಲ್ಲದ ಕಾರಣ ಮಳೆಗೆ ವ್ಯಾಪಾರ ಕೇಂದ್ರಗಳಿಗೆ ಹಲವು ತೊಂದರೆಗಳಾಗಿವೆ. ರೈಲ್ವೆ ನಿಲ್ದಾಣದಲ್ಲಿ ಏನಾದರೂ ಅವಘಡ ಸಂಭವಿಸಿದ ತುರ್ತು ಸಂದರ್ಭಗಳಲ್ಲಿ ಅಗ್ನಿಶಾಮಕ ವಾಹನ ಈ ರಸ್ತೆ ಹತ್ತುವುದು ಹೇಗೆ ಎಂಬುದು ಸ್ಥಳೀಯರ ಪ್ರಶ್ನೆ. ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಸ್ಥಳೀಯರು ಕಾಮಗಾರಿಯನ್ನು ತಡೆದು ಇಂಜಿನಿಯರ್ನ ವಿರುದ್ಧ ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಘಟನಾ ಸ್ಥಳಕ್ಕೆ ಸಿಪಿಎಂ ಹಿರಿಯ ನೇತಾರ ಕೆಆರ್ ಜಯಾನಂದ ಅವರು ಮಾಧ್ಯಮದೊಂದಿಗೆ ಮಾತನಾಡಿದರು. ಅವೈಜ್ಞಾನಿಕ ಕಾಮಗಾರಿ ನಡೆಸಲು ಹಸಿರು ನಿಶಾನೆ ನೀಡಿದ ಇಂಜಿನಿಯರ್ನ ವಿರುದ್ಧ ಕಠಿಣ ಕ್ರಮ ಕೈಗೊಂಡು ಸೇವೆಯಿಂದ ಅಮಾನತುಗೊಳಿಸುವಂತೆ ಸಂಬಂಧಪಟ್ಟ ಅಧಿಕಾರಿಗಳೊಂದಿಗೆ ಒತ್ತಾಯಿಸಿದ್ದಾರೆ. ಹಾಗೂ ಈ ಬಗ್ಗೆ ಸ್ಥಳೀಯರೊಂದಿಗೆ ಕೈಜೋಡಿಸಿ ವಿಜಿಲೆನ್ಸ್ಗೂ ದೂರು ನೀಡುವುದಾಗಿ ತಿಳಿಸಿದ್ದಾರೆ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ഇത്. ഈ പ്രാവശ്യത്തെ പ്രോജക്റ്റിലാണ് ഇതിലേക്ക് ഫണ്ട് അനുവദിച്ചത്. ടെൻഡർ വർക്കെല്ലാം കഴിഞ്ഞു. ടെൻഡർ നടപടി പണി എടുക്കുന്ന സമയത്താണ് ഈ പരിസരത്തുള്ള കടക്കാർക്ക്, ഓട്ടോ ഡ്രൈവർമാർ, നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇത് മുമ്പുള്ള റോഡ് നാട്ടി 1 ഫീറ്റും ഉയരത്തിലാണ് ഇത് റോഡിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ നാട്ടുകാർ കളക്ടറെ പരാതിപ്പെട്ടു. കളക്ടർ ഇടപെട്ടു. കളക്ടർ പിറ്റേ ദിവസം രാവിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് ശരിയാക്കി കൊടുക്കാമെന്നാണ് കളക്ടറിൽ പറഞ്ഞത്. ഇത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡ് പൂർത്തിയായാൽ ഈ 2 സൈഡിലുള്ള എല്ലാ കടക്കാർക്കും, കച്ചവട സ്ഥാപനങ്ങൾക്കും കച്ചവടം നടത്താൻ കഴിയില്ല. മഴ വന്നാൽ കഴിഞ്ഞ ദിവസം 3.5 മണിക്കൂർ മഴ വന്നിട്ട് 348 സെൻറ്റിമീറ്ററാണ് ഈ മഞ്ചേശ്വർ പരിസരത്ത് മഴ വന്നത്. അന്ന് മുഴുവൻ പ്രദേശവും മുങ്ങി. ഈയിടെ 48 മണിക്കൂർ മഴ വന്നാൽ ഈടെ ഒരു കടയുണ്ടാവില്ല, ഈടെ നടന്നു പോകാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥക്കാണ് ഈ റോഡിൻ്റെ വർക്ക് എത്തിച്ചുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ഈ ഒരു ദിവസം 5 or 6 ട്രെയിൻ നിൽക്കുന്ന പ്രദേശമാണ് മഞ്ചേശ്വർ റെയിൽവേ സ്റ്റേഷൻ. 1000 കണക്കിന് ആൾക്കാരാണ് ട്രെയിനിലേക്ക് പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ ഈ റോഡിലാണ് ഫയർഫോഴ്സ് പോകേണ്ടത്. എങ്ങനെ ഫയർഫോഴ്സ് പോകും? എന്തെങ്കിലും വണ്ടി വന്നാൽ താഴെ ഇറക്കാൻ ആവില്ല. ഈ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് ആക്കുമ്പോൾ തലയിൽ എന്തെങ്കിലും ബോധം വേണ്ടേ ഒരു എസ്റ്റിമേറ്റ് അയച്ചു കൊടുക്കാൻ? ഇങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റ് അയച്ച് ആരെങ്കിലും എഞ്ചിനീയർമാർ കൊടുക്കുക. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി എടുക്കേണ്ടതാണ്. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി വിജിലൻസിന് പരാതി കൊടുക്കും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. ഈ ഉദ്യോഗസ്ഥന്മാരുടെ మీద നടപടി എടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ ಅಭಿಪ್ರಾಯ. ಈ ಸಂದರ್ಭ ಸಿಪಿಎಂ ನೇತಾರರಾದ ಅಶ್ರಫ್ ಕುಂಜತ್ತೂರು, ಕಮಲಾಕ್ಷ ಕೆ, ಕರುಣಾಕರ ಶೆಟ್ಟಿ, ಸಾಮಾಜಿಕ ಕಾರ್ಯಕರ್ತ ಫಾರೂಕ್ ಉಸ್ಮಾನ್ ಸೇರಿದಂತೆ ಹಲವರು ಉಪಸ್ಥಿತರಿದ್ದರು. ರೆಹಮಾನುದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಚೇಶ್ವರ.